ചില മക്കൾ കണ്ടില്ലേ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അള്ളാഹു ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്ക് ചിലപ്പോൾ ഈമാൻ തെറ്റിപ്പോവുകയാണ്. ഈ ലോകത്തിന്റെ ഒരു സ്രഷ്ടാവ് ആരാണ് എന്ന് അന്വേഷിക്കുന്നതിന് പകരം ഈ ലോകത്തിന് സ്രഷ്ടാവില്ല എന്ന് പറയുന്ന അബദ്ധവിശ്വാസത്തിൽ വീണുപോവുകയാണ്. അതേ സമയത്ത് അള്ളാഹു ആരാണ്, അവന്റെ വിശേഷണങ്ങൾ എന്താണ്, അവനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഒരു കുട്ടി മദ്രസയിൽ നിന്ന് ചെറുപ്പത്തിലേ അവന് പഠിച്ചു വെച്ചാൽ അവന് വലുതാകുമ്പോൾ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയും. അതല്ലേ ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ലഖാനി തങ്ങൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞത്. മദ്രസകളിലെ പല സ്ഥലങ്ങളിലും പാഠപുസ്തകങ്ങളിലുണ്ട്. വേണ്ട പോലെ പഠിപ്പിക്കാനുള്ള നേരം ഉസ്താദുമാർക്ക് കിട്ടുന്നില്ല, വിശദീകരിക്കാനുള്ള നേരമില്ല, അല്ലെങ്കിൽ യോഗ്യരായ അധ്യാപകരില്ല. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖി ബിൽ ഇത്ലാഖി. അല്ലാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി. അല്ലാഹു തആല ഉള്ളവനാണ്. ഉള്ളവനെന്ന് എപ്പോഴും പറയാൻ അവനെ കുറിച്ച് മാത്രമേ സാധിക്കൂ. കാരണം കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഉണ്ടായി വന്നതാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവുകയില്ല, ഈ ലോകത്തുനിന്ന് യാത്ര പറയേണ്ടവനാണ്. അപ്പോൾ എപ്പോഴും ഉള്ളവൻ ആരാണ്? മൗജൂദുൻ ഖദീമുൻ ബാഖി. തുടക്കമില്ലാത്തവനും ഒടുക്കമില്ലാത്തവനുമായ ഒരു സാന്നിധ്യം ആരാണ്? അവനാണ് അല്ലാഹു തആല. ആ അല്ലാഹുവിനെ മനസ്സിലാക്കാൻ നീ എന്തു ചെയ്യണം? ഫൻദുർ ഇലാ നഫ്സിക സുമ്മ തഖിലി ഫിൽ ആലമിൽ ഉൽവി സുമ്മ സുഫ്ലി തജിദ് ബിഹി സുൻഅൻ ബദീഅൽ ഹികമി. നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അള്ളാഹുവിനെ കണ്ടെത്താൻ നീ എവിടെയാണ് നോക്കേണ്ടത്? ഫൻദുർ ഇലാ നഫ്സിക, നീ നിന്നിലേക്ക് തന്നെ നോക്കണം. നിന്നെക്കുറിച്ച് തന്നെ നീയൊന്ന് പഠിച്ചു നോക്കിയാൽ നിനക്ക് മനസ്സിലാകും. എന്റേതെന്ന് പറയുന്നതൊന്നും എന്റേതല്ല. എന്റെ നീളം ഞാൻ ഉണ്ടാക്കിയതല്ല. എന്റെ വണ്ണം ഞാൻ തെരഞ്ഞെടുത്തതല്ല. എന്റെ നിറം ഞാൻ തെരഞ്ഞെടുത്തതല്ല. എന്റേതെന്ന് പറയുന്നതൊന്നും ഞാൻ തെരഞ്ഞെടുത്തതല്ല. എന്റെ ജന്മദിനം ഞാൻ തെരഞ്ഞെടുത്തതല്ല. എന്റെ ഉപ്പയെ ഞാൻ തെരഞ്ഞെടുത്തതല്ല. എന്റെ ഉമ്മയെ ഞാൻ തെരഞ്ഞെടുത്തതല്ല. എന്റെ ജന്മനാട് ഞാൻ തെരഞ്ഞെടുത്തതല്ല. ഞാൻ ആണായി ജനിച്ചത് എന്റെ തെരഞ്ഞെടുപ്പല്ല. അങ്ങനെ എന്റെതെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അതൊന്നും എന്റേതല്ല എന്ന് മനസ്സിലാകും. പിന്നെ എവിടുന്നാണ്? ഗിവൺ ബൈ അല്ലാഹു തആല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ അധിപൻ നൽകിയതാണ്. ഇതൊന്നും എന്റെ തെരഞ്ഞെടുപ്പല്ല. ഞാൻ എന്നെ ഡിസൈൻ ചെയ്തിട്ടില്ല. എന്നെ ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകനായി ഞാൻ ജനിക്കണമെന്ന് തീരുമാനിച്ചത് ഞാനല്ല. ഇന്ന നാട്ടിൽ ജനിക്കണമെന്ന് സെലക്ട് ചെയ്തത് ഞാനല്ല. അങ്ങനെ നീ നിന്നെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കുമോനെ. ഇനി ഒന്നുകൂടി നീ മനസ്സിലാക്ക്. ഈ ചെറിയ ഒരു ശരീരമല്ലേ മനുഷ്യനുള്ളത്. ഈ മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് എത്രയെല്ലാം ഗവേഷണങ്ങൾ നടന്നു, എത്രയെല്ലാം നിരീക്ഷണങ്ങൾ നടന്നു, എത്രയെല്ലാം പഠനങ്ങൾ നടന്നു. പക്ഷേ മൈക്രോ സ്പെഷ്യലൈസേഷനുകൾ നടന്നിട്ടും മനുഷ്യന്റെ ശരീരത്തെക്കുറിച്ച് ഇതുവരെയും പഠിച്ചു തീർന്നിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നേരത്തെ ഒരു വൈദ്യനാണ് ചികിത്സിച്ചത്, പിന്നെ ഒരു ഡോക്ടറാണ് ചികിത്സിച്ചത്. ഇപ്പോൾ ഹ്യൂമൻ ബോഡിയെ പഠിക്കാൻ എത്രയെത്ര സ്പെഷ്യലിസ്റ്റുകളാണ്. ഐ സ്പെഷ്യലിസ്റ്റുകളുണ്ട്, ENT സ്പെഷ്യലിസ്റ്റുകളുണ്ട്, കാർഡിയോളജിസ്റ്റ് ഉണ്ട്, ഓങ്കോളജിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ പഠനങ്ങൾ വന്നു. അതിൻ്റെ ഉള്ളിൽ മൈക്രോ സ്പെഷ്യലൈസേഷനുകൾ വന്നു.
വലതു കണ്ണ് മാത്രം പഠിക്കുന്ന ഗവേഷകൻ, ഇടതു കണ്ണ് മാത്രം ചികിത്സിക്കുന്ന ഡോക്ടർ, ഇതെല്ലാം വന്ന് മൈക്രോ സ്പെഷ്യലൈസേഷൻ വന്നിട്ടും മനുഷ്യനെ കുറിച്ച് പഠിച്ചു തീർന്നിട്ടില്ല. ഇതാരാണ് ഈ മനുഷ്യ ശരീരം സംവിധാനിച്ചത്? ഫൻദുർ ഇലാ നഫ്സിക, നീ നിന്നിലേക്ക് തന്നെ ഒന്ന് നോക്കുമോനെ. നീ ജനിക്കുന്ന സമയത്ത് കണ്ണുണ്ട്, മൂക്കുണ്ട്, നാക്കുണ്ട്. പക്ഷേ ജനിക്കുന്ന സമയത്ത് നിനക്ക് പല്ലുണ്ടായിരുന്നില്ല. എന്തേ നിനക്ക് പല്ലു തരാതിരുന്നത്? അള്ളാഹുവിന്റെ അടുക്കൽ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടല്ല. അള്ളാഹു റബ്ബുൽ ആലമീനാണ്, വേണ്ടത് വേണ്ടപ്പോൾ തരുന്നവനാണ്. നിനക്ക് ഭക്ഷണമായുള്ള പാല് ഉമ്മാന്റെ മാറിടത്തിലാണ്. പാല് കുടിക്കാൻ നിനക്ക് പല്ലു പറ്റൂല. പല്ല് വന്ന് ഉമ്മാന്റെ മാറിടത്തിൽ ഒന്ന് കടിച്ചാൽ പിന്നെ പാല് മുടങ്ങിപ്പോയി. പാല് കുടിക്കുന്ന കാലത്ത് പല്ല് കൊടുക്കാതിരുന്ന അല്ലാഹ് പിന്നെ നിനക്കൊരു രണ്ട് വയസ്സായപ്പോഴേക്ക് പല്ല് വരാൻ തുടങ്ങി. ആ പല്ലു തന്ന സമയത്ത് നിനക്ക് പല്ലു തേക്കാൻ അറിയില്ല, മിസ്വാക്ക് ചെയ്യാൻ അറിയില്ല, ബ്രഷ് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സെറ്റ് പല്ല് നിനക്ക് ഫ്രീ തന്നിരിക്കുകയാണ്. അതേ സമയത്ത് ഒരു സെറ്റ് കാല് നിനക്ക് ഫ്രീ തന്നില്ല, കൈ നിനക്ക് ഫ്രീ തന്നില്ല, ഏറ്റവും ആവശ്യമുള്ള കണ്ണു നിനക്ക് ഫ്രീ തന്നില്ല. ഒരു സെറ്റ് പല്ല് നിനക്ക് ഫ്രീ തന്നിരിക്കുകയാണ്. അത് നീ മിഠായി കഴിച്ചു പോയിക്കോട്ടെ, പല്ലു തേക്കാൻ അശ്രദ്ധമായാൽ കേടായിക്കോട്ടെ. പിന്നെ ഒരു സെറ്റ് നിനക്ക് പരിചരിക്കാൻ പ്രായമായപ്പോൾ നൽകി. ഇതെല്ലാം നിനക്ക് നൽകുന്നവനാരാണ്? ഫൻദുർ ഇലാ നഫ്സിക, ഇതെല്ലാം ഉള്ള നിന്റെ ശരീരത്തെ നീ ഒന്ന് നിരീക്ഷിച്ചു നോക്ക്. സുമ്മന്തഖിലീ, പിന്നെ നിന്റെ ചിന്ത കൊണ്ട് നീ സഞ്ചരിക്കണം. ഫിൽ ആലമിൽ ഉൽവി, ഉപരിലോകത്തേക്ക് നീ ഒന്ന് നോക്കണം. എന്തെല്ലാം അത്ഭുതങ്ങളാണ്! സൂര്യചന്ദ്രാദികൾ, ഗാലക്സികൾ, എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഉപരിലോകത്ത് അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. ചില ദിവസങ്ങളിലൊക്കെ പത്രത്തിൽ കാണാൻ കഴിയും, 500 പ്രകാശ വർഷം അകലെ ഒരു ഗോളം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ടൈറ്റാനിയത്തിന്റെ അടുത്തോ കൊല്ലം ചിന്നക്കടയിലോ കരുനാഗപ്പള്ളിയിലോ ഒക്കെയാണ്. 500 പ്രകാശ വർഷം അകലെ ഒരു ഗ്രഹം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന പ്രകാശം 500 കൊല്ലം സഞ്ചരിച്ചാൽ എത്ര ദൂരമെത്തുമോ അവിടെ എന്നാണ് അതിന്റെ അർത്ഥം. ഒരു സെക്കൻഡിൽ 3 × 10⁸ per സെക്കൻഡ്, 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ സഞ്ചരിക്കുന്ന സഞ്ചാര വേഗതയുള്ള പ്രകാശം 500 കൊല്ലം സഞ്ചരിച്ചാൽ എവിടെയാണോ എത്തുക, അവിടെ ഉണ്ട് ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു ഗോളം എന്ന് സയൻസ് പറയുമ്പോൾ ഇതാരാണ് ഒരുക്കി വെച്ചത്? ആരാണ് ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവൻ? ആരാണ് സൂര്യചന്ദ്രാദികളെ നിയന്ത്രിക്കുന്നവൻ? ആരാണ് തുർക്കിയിലും സിറിയയിലും ഭൂമി കുലുങ്ങണമെന്ന് തീരുമാനിച്ചവൻ? ആരാണ്? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ലേ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി ഒരു കുലുങ്ങൽ കുലുങ്ങിയാൽ, വഖറജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങളെ ഇറക്കി വെച്ചാൽ, അത് പല ആശയത്തിലും വായിക്കാവുന്നതാണ്. ഒന്നുകിൽ ഭൂമിയുടെ മേലെയുള്ള കെട്ടിടങ്ങൾ തകർന്നു വീണാൽ, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ലാവ പുറത്തേക്ക് വന്നാൽ, ഭൂമി അതിന്റെ ഭാരങ്ങളെ ഇറക്കി വെച്ചാൽ, വഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ, മനുഷ്യൻ ആശ്ചര്യപ്പെടും, എന്താണ് ഈ സംഭവിച്ചു പോയത്, എന്തൊക്കെയാണ് ഈ സംഭവിച്ചത്?
കെട്ടിടങ്ങളുടെ അടിയിൽ നിന്ന് കുഞ്ഞുമക്കളെ മുതൽ വലിയ വയോധികരായ ആളുകളെ വരെ രക്ഷാപ്രവർത്തകരെടുത്തുകൊണ്ട് വരുമ്പോ അവര് പറയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയില്ല. അന്ന് തുർക്കിയിലും സിറിയയിലും എർത്ത്ക്വേക്ക് ഉണ്ടാകുന്ന ദിവസം ഞങ്ങൾ ബഗ്ദാദ് എയർപോർട്ടിലാണ്. രാവിലെ സുബഹ് ജമാഅത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കൂടെ നിസ്കരിച്ച ഒരാള് പറഞ്ഞു, അതിന്റെ ചില അനുരണനങ്ങൾ പല രാജ്യങ്ങളിലും ഉണ്ടായി. ഇതാ ഇപ്പോൾ തുർക്കിയിൽ നിന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, സിറിയയിൽ നിന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ, അമ്മാനിൽ എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടെ ഇങ്ങനെ കാണിക്കുന്നു മരണസംഖ്യ. എത്ര ആളുകളാണ് മരിച്ചു വീണത് എന്ന് എണ്ണം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. വഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യൻ ആശ്ചര്യത്തോടെ പറയാണ്, എന്തേ ഈ സംഭവിച്ചു പോയത്? നിയന്ത്രണം ഒരാളുടെ കയ്യിലും ഇല്ല. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അതിന്റെ വർത്തമാനങ്ങൾ, വാർത്തകൾ എല്ലാ ചാനലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എല്ലാ സാറ്റലൈറ്റുകളും ഒപ്പിയെടുക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണിത് കുലുങ്ങിയത്, ആരാണ് ഈ സമയം നിശ്ചയിച്ചത് എന്ന് പറയാൻ ഒരാൾക്കും സാധ്യമല്ല. ബി അന്ന റബ്ബക ഔഹാലഹാ, ഭൂമിയോട് കുലുങ്ങാൻ ഓർഡർ കൊടുത്തതാരാണ്? അല്ലാഹു ജല്ല ജലാലു, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അപ്പോൾ മോനെ, നീ മദ്രസയിൽ നിന്ന് അഖീദ പഠിക്കുകയാണ്. ഫൻളുർ ഇലാ നഫ്സിക സുമ്മ തഖിലി, നീ നിന്നെക്കുറിച്ച് നിരീക്ഷണം നടത്തിയിട്ട് നീ ആകാശത്തേക്ക് നോക്കണം. അവിടെയുള്ള അത്ഭുതങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം നീ കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയാൽ ഇതെല്ലാം സംവിധാനിച്ചവൻ വേറെ ആരുമല്ല, ഒരു പരാശക്തിയാണെന്ന് കാണും. പ്രിയമുള്ളവരെ, സയന്റിഫിക് വിലയിരുത്തലുകൾ കേവലം ലാബുകളിൽ മാത്രമല്ല. തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾ ആ തഹജ്ജുദിന്റെ സമയത്ത് ഓതുന്ന ഒരായത്തുണ്ട്. ആ ആയത്ത് എന്താണ്? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. അതാ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്നത് അള്ളാഹുവിന് സുജൂദ് ചെയ്യാൻ മാത്രമല്ല, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ ആലോചിക്കാൻ വേണ്ടി കൂടിയാണ്. ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി, ഞാൻ മരിച്ചുപോയതായിരുന്നു ഇത്രയും നേരം, എന്നെ ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. അത് ചിന്തയാണ്, ആലോചനയാണ്, വിലയിരുത്തലാണ്. എത്രയോ ആളുകൾ ഉറങ്ങാൻ കിടന്നു, പിന്നെ ഉണർന്നില്ല. ഞാൻ ഉണർന്നത് എന്റെ കഴിവുകൊണ്ടല്ല, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. ഇസ്ലാം ചിന്തിക്കാനും ആലോചിക്കാനും ഏറെ അവസരം നൽകുന്ന മതാണ്. പക്ഷെ നമ്മളത് പഠിക്കണില്ല, നമ്മളത് മനസ്സിലാക്കണില്ല. നമ്മൾ ഏതോ ലോകത്ത് ജീവിക്കുകയാണ്. അപ്പോൾ തഹജ്ജുദിന്റെ സമയത്ത് ഉണരുന്ന ഒരാൾ, അല്ലെങ്കിൽ രാവിലെ സുബഹിന്റെ വാങ്ക് കേട്ടുണരുന്ന ഒരാൾ, ആ ഉറക്കറയിൽ നിന്ന് ചൊല്ലൽ സുന്നത്താണ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി, എന്നെ മരിപ്പിച്ചതിനു ശേഷം ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സ്തുതി, നിനക്കാണ് സ്തുതി. കാരണം ഈ ഉറക്ക് നേരെ അങ്ങ് മരണത്തിലേക്ക് പോയിരുന്നെങ്കിൽ എനിക്കിവിടെ ഈ ലോകത്തേക്ക് വരാൻ കഴിയില്ല. നീയാണ് എന്നെ ഉണർത്തിയത്, അതുകൊണ്ട് നിനക്ക് സർവസ്തുതി. അത് കഴിഞ്ഞിട്ട് അയാൾ ഓതുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ഈ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാപ്പകലുകൾ വ്യത്യാസമായി വരുന്നതിലുണ്ട്, ലആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. എന്നിട്ട് ആ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന സാത്വികരായ ആളുകൾ
ആത്മീയതയുള്ള ആളുകൾ പറയാണ്, സുബ്ഹാനക, പടച്ചവനെ നിന്റെ പവിത്രയെ ഞാൻ പുകഴ്ത്തുകയാണ്. മാ ഖലഖത ഹാദാ ബാത്തിലാ, ഇതൊന്നും നീ വെറുതെ പടച്ചതല്ല. സുബ്ഹാനക, അല്ലാഹുവേ നിന്റെ മഹത്വത്തെ ഞാൻ വാഴ്ത്തുകയാണ്. ഫഖിനാ അദാബന്നാർ, എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. പ്രിയമുള്ളവരെ, ഇത്രയും ചിന്തനീയമായ, ആലോചിക്കാനുള്ള, പ്രപഞ്ചത്തെ വിലയിരുത്താനുള്ള മതമാണ് ഇസ്ലാം. അങ്ങനെയുള്ളവനോടാണ് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്നത്. നീ നല്ല നിലക്ക് നിരീക്ഷിക്കണം വാനലോകത്തെ, പിന്നെ നീ ഭൂമി ലോകത്തെ നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോഴോ ഭൂമി എന്തൊരത്ഭുതമാണ്. 1 സ്ക്വയർ മീറ്റർ ഭൂമിയിലല്ലേ എരിവുള്ള മുളക്, മധുരമുള്ള നാരങ്ങ, പുളിപ്പുള്ള നാരങ്ങ, എരിവുള്ള മുളക്, കയ്പുള്ള കായ, ഇതെല്ലാം ഒരേ മണ്ണിൽ നിന്ന്, ഒരേ സ്ക്വയർ മീറ്ററിന്റെ ഉള്ളിൽ നിന്ന് മുളപ്പിച്ചു തരുന്നവൻ ആരാണ്? ഫൻളുർ ഇലാ നഫ്സിക സുമ്മ തഖിലി ഫിൽ ആലമിൽ ഉൽവി സുമ്മ സുഫ്ലി. നീ അങ്ങനെ ഇതെല്ലാം ആലോചിച്ചു നോക്കിയാൽ തജിദ് ബിഹി, നിന്റെ ഈ ചിന്ത കൊണ്ട് നിനക്ക് മനസ്സിലാകും, സുൻഅൻ ബദീഅൽ ഹകമി, തന്ത്രപൂർവം പരമാധികാരത്തോടെ ഇതെല്ലാം പടച്ച ഒരു രക്ഷിതാവിനെ മനസ്സിലാക്കാം. ഇതെല്ലാം നമ്മുടെ മദ്രസ ബുക്കിലുണ്ട്. ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ നേരം വേണം, അതിനുള്ള സംവിധാനം വേണം. അതുകൊണ്ട് നമ്മുടെ നാടുകളിലെ എല്ലാം മദ്രസകളെ നവീകരിക്കണം. പള്ളി പരിപാലന സമിതികൾ മുഅല്ലിമുകൾക്ക് നല്ല ശമ്പളം കൊടുക്കണം. യോഗ്യരായ മുഅല്ലിമുകളെ വെക്കണം. കുട്ടികളുടെ ഈമാൻ ഉറക്കണം. അവർ യുക്തിവാദികളുടെ വാദങ്ങൾ വരുമ്പോൾ പതറാൻ പാടില്ല. ഏതെങ്കിലും നവീനവാദികൾ വരുമ്പോൾ അവര് പതറിപ്പോകാൻ പാടില്ല. അവര് ചെറുപ്പത്തിലെ നന്നായി മനസ്സിലാക്കി വെക്കണം. അവര് നന്നായി ഫാത്തിഹ ഓതാൻ പഠിക്കണം, ഖുർആൻ പാരായണം പഠിക്കണം. ഖുർആൻ പാരായണത്തിന്റെ മഹത്വം അവര് ചെറുപ്പത്തിലെ അറിയണം. അവർക്ക് നല്ല തർബിയത്ത് ലഭിക്കണം. ആ തർബിയത്തിന് പറ്റുന്ന പണ്ഡിതന്മാര് മദ്രസയിൽ വരണം. അങ്ങനെ 5-6 കൊല്ലം വിവരമുള്ള തർബിയത്തിന് ശേഷിയുള്ള ഉസ്താദുമാർ പഠിപ്പിച്ചാൽ നമ്മുടെ തലമുറയെ കുറിച്ച് നമുക്ക് പേടിക്കാനില്ല. ഇന്നോ അങ്ങനെ യോഗ്യതയൊന്നുമില്ല മദ്രസയെ പഠിപ്പിക്കണേ. ചിലപ്പോൾ 5 കൊല്ലം ഓതാൻ പോയിട്ടുണ്ടാവും, ചിലപ്പോൾ 4 കൊല്ലം ഓതാൻ പോയിട്ടുണ്ടാവും. തജ്വീദ് പഠിച്ചിട്ടുണ്ടാവില്ല, മഖാരിജുകൾ ശരിയായിട്ടുണ്ടാവില്ല, അറബി എഴുതാൻ അറിയുണ്ടാവില്ല. ഒരു ഇന്റർവ്യൂ ഇല്ല, നേരെ നമ്മൾ മദ്രസയിലേക്ക് നിർത്തും. അതുകൊണ്ട് ആ നാട്ടിലെ കുട്ടികളുടെ മുഴുവനും ഭാവിയില്ലാതെയാകും. അങ്ങനെയാകാൻ പാടില്ല. നല്ല കഴിവുള്ള അധ്യാപകർ വരണം. ക്ലാസ് റൂമുകൾ നവീകരിക്കണം. ഇപ്പോഴൊക്കെ എല്ലായിടത്തും സ്കൂൾ ക്ലാസുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായ കാലം. നമ്മുടെ മദ്രസയുടെ കോലായി ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള മദ്രസ വേണം. അങ്ങനെ മക്കളെ ഒന്ന് പഠിപ്പിച്ചാൽ അതിന് മുഴുവനുമുള്ള നേതൃത്വം എവിടെയാണ്? പള്ളിയാണ്. അവിടെ നിന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പള്ളി ഇൽമിന്റെ കേന്ദ്രമാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി പള്ളിയിൽ നിന്നാണ്. ആദ്യത്തെ സർവകലാശാല പള്ളിയിൽ നിന്നാണ്. അതേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകാവസാനം വരെയുള്ള വിവരങ്ങളുടെ അടിവേരുകളെ സ്വഹാബത്തിന് സ്ഥാപിച്ചു കൊടുത്തത് മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ നിന്നാണ്. ആ ഒരു പകർപ്പ് നമ്മുടെ നാട്ടിൽ വരണം. പള്ളി ദർസുകൾ വ്യവസ്ഥാപിതമായി നാട്ടിൽ നടക്കണം. പള്ളി ദർസുകൾ നടക്കണം. നമ്മുടെ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വേണ്ടത്ര ശ്രദ്ധ വരാതെ വന്നപ്പോഴാണ് ദർസും മദ്രസയും ഒക്കെ അന്യാധീനമായി പോയത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നല്ല പള്ളി ഉണ്ടാക്കി, മാഷാ അല്ലാഹ്, അഭിമാനമാണ്. ലക്ഷങ്ങൾ ചെലവഴിച്ച് മൂത്രപ്പുര ഉണ്ടാക്കും, മാഷാ അല്ലാഹ്.
പക്ഷെ ആ മൂത്രപ്പുര ഒന്ന് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ ഒരു സ്റ്റാഫിനെ വെക്കാൻ പലപ്പോഴും കമ്മിറ്റിക്കാർ മടിയാണിക്കും. നമ്മൾ യാത്രയിൽ സഞ്ചരിച്ചു നോക്കിയാൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ പള്ളികളിലെ എത്ര ശതമാനം പള്ളികളുടെ വാഷ്റൂമുകൾ ക്ലിയറാണ്? പള്ളിയുടെ മൂത്രപ്പുരകളൊക്കെ മാറണം. എല്ലാം ഡോറുള്ള മൂത്രപ്പുരകളായി വരണം. ഓപ്പൺ മൂത്രപ്പുരയുടെ കാലം കഴിഞ്ഞു. അത് പണ്ട് പൈസ ഇല്ലാത്ത കാലത്ത് ഉണ്ടാക്കിയതാ. പണ്ടിരിക്കുന്ന പലരുടെയും ചെറുപ്പകാലത്ത് വീട്ടിൽ ടോയ്ലറ്റ് ഇല്ലാത്ത കാലം കഴിഞ്ഞുപോയി. അക്കാലത്ത് പറമ്പുകളിലായിരുന്നു പ്രാഥമിക ആവശ്യം നിർവഹിച്ചത്. കാലം മാറിയില്ലേ? പണ്ടത്തെ പള്ളിയിൽ നിന്ന് എത്രയോ അകലെയാണ് ഒരു ബാത്റൂമോ ഒരു ടോയ്ലറ്റോ ഉള്ളതുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് പ്രാഥമിക ആവശ്യം നിർവഹിച്ചിട്ട് ശുദ്ധീകരിക്കാൻ വസ്ത്രത്തിൽ നജസാകാതെ കുറെ വെള്ളമുള്ള സ്ഥലത്തേക്ക് നടന്നു പോകണം. ആ നടന്നുപോയ രംഗങ്ങൾ ഓർമ്മയുള്ള പ്രായമുള്ളവരിവിടെ ഇല്ലേ? ഉണ്ട്. മാറി, കാലം മാറി, സാഹചര്യങ്ങൾ മാറി. നമ്മുടെയൊക്കെ നാടുകളിലെ പള്ളിയിൽ നിന്ന് ഓപ്പൺ മൂത്രപ്പുരകളില്ലായ്മ ചെയ്യണം. കാരണം ഏറെ ആളുകളും പാൻസും മറ്റും ഉപയോഗിക്കുന്ന കാലം. അതിന് നിന്ന് മൂത്രമൊഴിക്കാൻ സംവിധാനം ഉണ്ടാക്കിയ പോരാ, ഡോറുള്ള നല്ല മര്യാദക്കുള്ള വാഷ്റൂമുകൾ എല്ലാ പള്ളിയിലും വരണം. അത് കൃത്യമായി ക്ലീൻ ചെയ്യപ്പെടണം. ക്ലീൻ ചെയ്യപ്പെടണമെന്ന് പറഞ്ഞാൽ അത്തഹൂറു ശത്റുൽ ഈമാൻ, ശുദ്ധി ഈമാനിന്റെ പകുതിയാണ്. ആ പഠിപ്പിക്കുന്ന മഹത്തായ ഇസ്ലാമിന്റെ കേന്ദ്രങ്ങളിലെ പള്ളികളുടെ മൂത്രപ്പുരകൾ ഇന്നാലില്ലാ, എത്രയെത്ര പള്ളികളുടെ മൂത്രപ്പുരയുടെ ഉള്ളിലൂടെയാണ് മരം കിളിച്ചുയർന്നു വന്ന് നിൽക്കുന്നത്. നോക്കാൻ ആരുമില്ല, ക്ലീനിങ് ഇല്ല. ജുമായുള്ള പള്ളികളാണെങ്കിൽ ചിലപ്പോൾ വെള്ളിയാഴ്ച ഒരു ചെറിയ ക്ലീനിങ് നടക്കും. നിസ്കാരപ്പള്ളിയാണെങ്കിൽ അതുകൂടിയില്ല. അങ്ങനെ ആയാൽ പോരാ. നമ്മളുടെ മാറ്റങ്ങൾ, സാമൂഹികമായ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറണം. ഞാൻ ഇന്നലെയും വൈകുന്നേരം കായംകുളത്തിറങ്ങിയിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഇടയിൽ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി. അപ്പോഴവിടെയും വാഷ്റൂമിന്റെ അവസ്ഥ ഇതുതന്നെയാണ്. അതുകൊണ്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം, നല്ലതുപോലെ നവീകരണങ്ങൾ വരുത്തിയ നാട്ടിൽ നിങ്ങളുടെ പള്ളികൾ ഏറ്റവും മനോഹരമായ ആകർഷകമായ കേന്ദ്രങ്ങളാവണം. അള്ളാഹുവിനെ ആരാധിക്കാൻ വരുന്ന ആളുകൾ അവർക്കുള്ള മറാഫിഖുകൾ നല്ല വൃത്തിയും ചിട്ടയും ഉള്ളതാകണം. പറഞ്ഞു വരുന്നത്, ഒന്ന്, അള്ളാഹുവിന്റെ പള്ളി അവന്റെ ദീനിന്റെ ശിആറാണ്. രണ്ട്, അത് ഇൽമിന്റെ കേന്ദ്രമാണ്. മൂന്നാമത്, അത് ഇബാദത്ത് കൊണ്ട് ഇമാറത്ത് ചെയ്യണം. പള്ളിയിൽ ഖുർആൻ പാരായണം നടക്കണേ. ഇന്ന് വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലെ ആളുകൾ വന്നിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നത് കാണുന്നുള്ളൂ. വളരെ ദയനീയമായ കാഴ്ചയാണ്. മുസ്ഹഫുകൾ അവിടെ ഇരുന്ന് കരയുകയാണ്. നമ്മുടെ പള്ളികളിലെ മുസ്ഹഫുകൾ ഇരുന്ന് കരയുകയാണ്. കാരണം എടുത്ത് പാരായണം ചെയ്യാൻ ആളുകളില്ല. ഒരു വിശ്വാസിയുടെ നിത്യജീവിതത്തിന്റെ അജണ്ടയാണ് ഖുർആൻ പാരായണം ചെയ്യൽ. നിത്യജീവിതത്തിന്റെ അജണ്ടയാകണം ഖുർആൻ പാരായണം ചെയ്യൽ. ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല. ഒരു പേജെങ്കിലും മുസ്ഹഫ് നീ ഒന്ന് തുറന്ന് പാരായണം ചെയ്യണേ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ മരണപ്പെട്ടു പോയാൽ അയാൾക്ക് വേണ്ടി രണ്ട് സ്ഥലങ്ങൾ സാക്ഷി നിൽക്കുന്നതാണ്. ഒന്ന്, ഭൂമിയിൽ അയാൾ സൽക്കർമ്മങ്ങൾ ചെയ്ത സ്ഥലങ്ങളാണ്. രണ്ട്, വാനലോകത്തേക്ക് അദ്ദേഹത്തിന്റെ കർമ്മങ്ങൾ എത്തിച്ചേരുന്ന സ്ഥലമാണ്. ഭൂമിയിൽ അയാൾ പാരായണം ചെയ്ത മുസ്ഹഫ്, ആ മുസ്ഹഫ് അയാൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. അയാൾ സുജൂദ് ചെയ്ത മുസല്ല, പള്ളി, അതെല്ലാം അയാൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാനുള്ളതാണ്. അതേ സമയത്ത് തെറ്റുകൾ ചെയ്താൽ ആ തെറ്റുകൾ ചെയ്ത ഇടങ്ങൾ അയാൾക്കെതിരായി സാക്ഷി നിൽക്കും. സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ സ്ഥലങ്ങൾ അയാൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും. തെറ്റുകൾ ചെയ്താൽ ആ ഇടങ്ങൾ, ക്ലബ്ബുകൾ, പബ്ബുകൾ, വെയിറ്റിംഗ് ഷെഡുകൾ, അങ്ങാടികൾ, ചായപ്പീടികയുടെ കോലായകൾ, ഇതെല്ലാം നമ്മുടെ പല ആഭാസങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്.
അതയാൾക്ക് എതിരെ സാക്ഷി നിൽക്കും. അതേ സമയത്ത് പള്ളിയിൽ നേരത്തെ സുബഹിക്ക് വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ എത്തുന്ന എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. മാഷാ അല്ലാഹ്. നമ്മൾ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ചെന്നാൽ അവിടെയൊക്കെ തഹജ്ജുദിന്റെ വാങ്കുകളുണ്ട്. ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോയ ആളുകൾക്കറിയാമല്ലോ, അവിടെയെല്ലാം തഹജ്ജുദിന്റെ സമയത്ത് വാങ്ക് കൊടുക്കുന്നു, ആളുകൾ പള്ളിയിലേക്ക് വരുന്നു. ഞങ്ങൾ ഒരിക്കൽ യമനിൽ പോയപ്പോൾ അവിടെ തഹജ്ജുദിന്റെ സമയത്ത് നമ്മുടെ നാട്ടിൽ സുബഹിക്ക് വരുന്നതിനേക്കാൾ കൂടുതൽ ആവേശത്തോടെ ആളുകൾ തഹജ്ജുദിന്റെ സമയത്ത് തന്നെ എത്തിക്കഴിഞ്ഞു. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞു സുബഹി വരെ അവർ ഖുർആൻ പാരായണത്തിലാണ്, ഔറാദുകളിലാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലും ആളുകൾ സുബഹിക്ക് മുമ്പ് തന്നെ പള്ളിയിൽ വന്ന്, പള്ളികൾ ഹയാത്താവണം. പള്ളിയിൽ സുബഹിക്ക് ശേഷമോ മുമ്പോ ഇരുന്ന് ഒരല്പസമയം ഖുർആൻ ഓതണേ. ഖുർആൻ ഓതുന്ന മുഅ്മിനിന്റെ ഉദാഹരണം മസലുൽ മുഅ്മിനില്ലദീ യഖറഉൽ ഖുർആന കൽ ഉതുറുഞ്ചി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുർആൻ പാരായണം ചെയ്യുന്ന മുഅ്മിനിന്റെ ഉദാഹരണം മധുര നാരങ്ങയെ പോലെയാണ്. തുഅമുഹു ത്വയ്യിബുൻ വരീഹുഹു ത്വയ്യിബുൻ. നല്ല സുഗന്ധമാണ്, നല്ല മധുരമാണ്. വിശ്വാസം റെഡിയാണ്, ആചാരവും റെഡിയാണ്. മസലുൽ മുനാഫിഖില്ലദീ യഖറഉൽ ഖുർആന. ഖുർആൻ ഓതുന്ന കപട വിശ്വാസിയുടെ ഉദാഹരണം കത്തംരി, കാരക്കയെ പോലെയാണ്. അവന്റെ വിശ്വാസത്തിന് കുറവുള്ളത് കൊണ്ട് അവന് സുഗന്ധമില്ല. പക്ഷേ ഖുർആൻ ഓതുന്നത് കൊണ്ട് അതിന് മധുരമുണ്ട്, കാരക്കയെ പോലെ. അതേ സമയത്തോ മസലുൽ മുഅ്മിനില്ലദീ ലാ യഖറഉൽ ഖുർആന. ഖുർആൻ ഓതാത്ത മുഅ്മിനിന്റെ ഉദാഹരണം കറൈഹാനി, റൈഹാൻ പുഷ്പത്തെ പോലെയാണ്. അതിന് രുചിയില്ല, സുഗന്ധമുണ്ട്. മസലുൽ മുനാഫിഖില്ലദീ ലാ യഖറഉൽ ഖുർആന. ഖുർആൻ ഓതാത്ത കപട വിശ്വാസിയുടെ ഉദാഹരണം കൽ ഹൻളലി. നമ്മുടെ നാട്ടിലെ ഉദാഹരണം പറയുകയാണെങ്കിൽ പിന്നക്ക പോലെയാണ്. അതിന് സുഗന്ധവുമില്ല, രുചിയുമില്ല. എന്നതുപോലെ വിശ്വാസം കുറഞ്ഞ ആൾ ഖുർആൻ ഓതിയില്ലെങ്കിൽ അവനൊരു മൂല്യവുമില്ല. നമ്മൾ നല്ല സത്യവിശ്വാസികളാവണം. അതോടൊപ്പം ഖുർആൻ പാരായണം ചെയ്യുന്നവരാകണം. ആ ഖുർആൻ നാളെ നമുക്ക് ശുപാർശയാണ്. ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. മുസ്ഹഫുകൾ നമുക്ക് അനുകൂലമായി നിൽക്കണം. അങ്ങനെ നല്ല ചിട്ടയുള്ള വിശ്വാസികളായി നമ്മൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴേ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. നല്ല വിശ്വാസികളായി, അല്ലാഹുവിന്റെ യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറുകയുള്ളൂ. ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ അല്ലാഹുവിനെ ഇഷ്ടം വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാകും.